ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 23, 2024 ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം ഇന്ന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസത്തെ കളി ഏതാണ്ട് തീരാറായിട്ടുണ്ട്. പെർത്തിലെ ഓപ്റ്റിസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്ന ഒരു ഗ്രൗണ്ടാണത്. നമുക്കറിയാം ഒരുപാട് പേസും ബൗൺസും ഒക്കെ ഉള്ള ഒരു പിച്ചാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 130 റൺസാണ്. യശസ്വി ജയ്സ്വാൾ 70 റൺസോടെയും KL രാഹുൽ 50 റൺസോടെയും ബാറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ബാറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാരുടെ ആത്മവിശ്വാസം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു വർഷമായി KL രാഹുൽ ഒരുപാട് എയറിലായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ അടുത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏകദിന വേൾഡ് കപ്പിലൊക്കെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ആളാണ് KL രാഹുൽ. പക്ഷേ അതിനുശേഷം നടന്ന IPL-ലും 2020-യിലൊക്കെ അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പൊക്കിനെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒരുപാട് നഷ്ടപ്പെട്ട് അത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കി. ഏതായാലും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് ശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒരുപാട് കൂടിയിട്ടുണ്ട്. കാരണം ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിന്നത് KL രാഹുലിൻ്റെ വിവാദമായ പുറത്താവലായിരുന്നു. അത് ആയിട്ടില്ലെന്നും പുറത്തല്ലെന്നും ഔട്ടല്ലെന്നും ഒക്കെ ഉള്ള വാദങ്ങളുണ്ട്. അതിനുള്ള വീഡിയോകളും ഫോട്ടോകളൊക്കെ പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ അദ്ദേഹം 2 ക്യാച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്ലിപ്പ് ഫീൽഡ് ചെയ്ത് അദ്ദേഹം 2 ക്യാച്ച് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് സ്ലിപ്പ് ഫീൽഡ് ചെയ്ത വിരാട് കോഹ്ലിക്ക് ഒരു ക്യാച്ച് ഉണ്ട്. വിക്കറ്റിന് പിന്നിൽ ഋഷഭ് പന്തിന് 3 ക്യാച്ച് ഉണ്ട്. നമ്മൾ T20 ക്രിക്കറ്റിലും ഇതുപോലുള്ള ക്യാച്ചുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നേരത്തെ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് നമുക്കറിയാം 104 റൺസിന് അവസാനിച്ചു. ഇന്ത്യക്ക് ഒന്നാം ഇന്നിങ്സിൽ 46 റൺസിൻ്റെ ലീഡാണ് കിട്ടിയത്. അവർ 51.2 ഓവറിലാണ് പുറത്തായത് ഓസ്ട്രേലിയ. ഇന്ത്യ നേരത്തെ 49.4 ഓവറിലാണ് 150 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ് കിട്ടി. ഇന്ന് വീണ വിക്കറ്റുകളിൽ 1 ബുംറയും 2 ഹർഷിത് റാണയും ആണ് നേടിയത്. ഹർഷിത് റാണയ്ക്ക് ഈ മത്സരത്തിൽ 3 വിക്കറ്റ് കിട്ടി. 2 വിക്കറ്റ് മുഹമ്മദ് സിറാജിനും. ഫാസ്റ്റ് ബോളർമാർക്ക് മാത്രമാണ് ഈ ഇതിൽ വിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോഴും എല്ലാ വിക്കറ്റും നേടിയത് ഫാസ്റ്റ് ബോളർമാരാണ്. കാരണം അത് ഈ പിച്ച് ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടി അവരെ സഹായിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയക്ക് വേണ്ടി അവരുടെ സ്പിന്നറായ നദാൻ ലിയോണ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു ഘടകം ആണ്. ഈ വിക്കറ്റ് നേട്ടത്തോടെ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആൾ അദ്ദേഹമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേടിയ റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്, ഫാസ്റ്റ് ബോളർ റെക്കോർഡ്. പിന്നെ നമുക്കറിയാം ഈ ടെസ്റ്റിൽ അരങ്ങേറിയ നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ ഹർഷിത് റാണയൊക്കെ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത്. കാരണം നിതീഷ് കുമാർ റെഡ്ഡി ഇന്നലെ നമുക്കറിയാം 41 റൺസ് ഇന്ത്യൻ ഇന്നിങ്സ് ടോപ്പ് സ്കോററായിരുന്നു. ഹർഷിത് റാണയാണെങ്കിൽ ഇന്ന് 3 വിക്കറ്റ് വീഴ്ത്തി. ഇതിൻ്റെ പേരിൽ ഗൗതം ഗംഭീറിനെ ഇന്നലെ പല മാധ്യമങ്ങളും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ ഈ T20 പ്ലേയേഴ്സായി ഇവരൊക്കെ ടീമിലെടുത്തതിൻ്റെ പേരിൽ. ഏതായാലും ഈ ആദ്യ ഇന്നിങ്സിലെ പ്രകടനം വെച്ച് ഗൗതം ഗംഭീറിനെ ഒരുപാട് ആശ്വസിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ വെച്ച് ഇന്ത്യക്കെതിരെയുള്ള അവരുടെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ഈ 104 റൺസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വെച്ച് അവർ ഇതിലും കുറഞ്ഞ സ്കോറിനൊക്കെ ഔട്ടായിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയ വെച്ച് ആദ്യമായിട്ടാണ് അവർ ഇത്രയും കുറഞ്ഞ റൺസിന് ഔട്ടാവുന്നത്. അത് കഴിഞ്ഞ 40-50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇവരിങ്ങനെയൊക്കെ പുറത്താവുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത്. ഏതായാലും മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.